microphone. Okay. Over. Next word is joystick. Hiba, please write Hiba. Joystick. Alan, please write joystick. Have you written joystick? Joystick. And last word is keyboard. Keyboard. Okay. Finished. 5 words. So first word is scanner. Second word is mouse. Third one is microphone. Fourth one is joystick. And fifth one is keyboard. Completed now? Okay. Tell your parent, if anybody is near you, tell them to correct your book. Or if any elders are near you, tell them to correct. If nobody is there, you can correct yourself. അടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് കറക്ഷൻ ചെയ്യിക്കുക. പിന്നെ ആരും ഇല്ല എങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ തന്നെ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് കറക്ഷൻ ചെയ്യുക. ഓക്കെ. ഓ, അദ്വൈത് ഈസ് സോ ഹാപ്പി. ഫിനിഷ്ഡ് കറക്ഷൻ അദ്വൈത്? ആ, ഓക്കെ ഓക്കെ. Words are there on page number 26. Page number 26 first word scanner. Scanner is on page number 20. Where is a scanner? Page number 26 തന്നെ ഉണ്ട്. മൗസ്, കീബോർഡ്, സ്കാനർ, മൈക്രോഫോൺ ആൻഡ് ജോയ്സ്റ്റിക്ക് എല്ലാം 26 കണ്ടില്ലേ? കണ്ടോ മോളെ? ബിന്യ കണ്ടോ? കണ്ടോ? പേജ് നമ്പർ 26 ലാസ്റ്റ് സെന്റൻസിലുണ്ട് മൗസ്, കീബോർഡ്, സ്കാനർ, മൈക്രോഫോൺ ആൻഡ് ജോയ്സ്റ്റിക്ക്. ഓക്കെ. ആഫ്റ്റർ കംപ്ലീറ്റിംഗ്, those who have completed the corrections, please raise your hand. കംപ്ലീറ്റ് കറക്ഷൻ കഴിഞ്ഞവര് ഒന്ന് കൈപൊക്കിക്കേ മക്കളെ, കാണട്ടെ. എല്ലാരും കഴിഞ്ഞോ? ഫർഗക്കുട്ടി കഴിഞ്ഞില്ലേ മുത്തേ? കറക്ഷൻ കഴിഞ്ഞോ? ഓക്കെ ഓക്കെ. ഇനി ആരവിടെ? ഷക്സാദ്. മോനെ ഷക്സാദേ, ആർ യു സ്റ്റാക്ക്? ഷക്സാദ് സ്റ്റാക്ക്. മുഹമ്മദ് ടി മോനെ കഴിഞ്ഞോ? കറക്ഷൻ കഴിഞ്ഞോ മോനെ ഷക്സാദേ? കഴിഞ്ഞില്ലേ മോനെ? എഴുതിയോ? വാട്സുകൾ എഴുതിയായിരുന്നോ? ഡിക്റ്റേഷനിൽ പങ്കെടുത്തേ ഇല്ലേ? ക്ലിയർ ഇല്ല. Okay. Now those who got 5 out of 5, please raise the hand. Those who got 5 out of 5, please raise the hand. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Oh, midukkaranallo. Very good children. Okay. Clap yourself. Very good. Okay. Next, those who go to 4 also, please raise the hand. Those who go to 4. Okay, very good. 3. ആരുമില്ല. 2, 1, 0. Okay, no problem. Very good. നിങ്ങൾ തോറ്റുപോയി എന്നൊന്നും വിചാരിക്കേണ്ട. നല്ല മക്കളാണ്. കോപ്പി അടിക്കാതെ കിട്ടിയ മാർക്കാണ് നല്ല മാർക്ക്. ഓക്കെ, ആരും കോപ്പി അടിച്ചല്ല? No, good children. Okay, നല്ല മക്കൾ കേട്ടോ. ഇനി നെക്സ്റ്റ് ഞാൻ അടുത്ത ദിവസം വേറെ വാക്കുകൾ തരാമേ. അടുത്ത ദിവസം ഡിക്റ്റേഷന്. Again we have a next Thursday only, no? So I'll give words now after this class. Before during the class I'll give. Under class got tiny.
ക്ലാസ് കട്ടായില്ല മുത്തേ, കേൾക്കുന്നില്ലേ? മിസ് പറയുന്ന മുത്ത് കേൾക്കുന്നില്ലേ? സാരമില്ല, ഓക്കെ ഓക്കെ ഓക്കെ, സാരമില്ല കേട്ടോ. അമ്മയോടൊന്ന് പിന്നെ ഡിക്റ്റേഷൻ ഇട്ടാ മതി എന്ന് പറയാം, വേർഡ്സുകൾ കേട്ടോ. ആഫ്റ്റർ ദ ക്ലാസ് ഉമ്മയോട് പറ എനിക്ക് ഡിക്റ്റേഷൻ ഇട്ട് തരാം, എന്നിട്ട് ഉമ്മയോട് കറക്ഷൻ ചെയ്യാൻ പറയണം കേട്ടോ. ഓക്കെ, സാരമില്ല, ഗുഡ്. നമുക്ക് തുടങ്ങാം. നമ്മൾ ഇന്ന് കഴിഞ്ഞ ദിവസം എവിടെയായിരുന്നു പറഞ്ഞേ? ഇൻപുട്ട് ഡിവൈസസ്. What is input device? The device that we use in the computer to give instructions for the computers are known as input devices. എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റാസ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ കൊടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിന്റെ പാർട്സുകളാണ് എന്തോന്ന്? ഇൻപുട്ട്. ഇൻ മീൻസ് വാട്ട്? കം ഇൻ. മേ ഐ കം ഇൻ ടീച്ചർ എന്ന് ചോദിച്ചാൽ എന്താണ്? ഞാൻ ക്ലാസ്സിനുള്ളിലേക്ക് വരട്ടെ എന്ന്. ഇൻ മീൻസ് വാട്ട്? ഉള്ളിൽ. ഔട്ട് മീൻസ് പുറത്ത്. സോ ദ ഓപ്പോസിറ്റ് ഓഫ് ഇൻ ഈസ് ഔട്ട്. സോ ഇൻപുട്ട് മീൻസ് കമ്പ്യൂട്ടറിനുള്ളിലേക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അതൊക്കെ ഇവിടെ പറഞ്ഞേക്കുന്ന മൗസ്. ഫസ്റ്റ് വൺ ഈസ് മൗസ്. അപ്പം നമ്മൾ അറിയാം മൗസ് നമുക്കറിയാം. നിങ്ങൾ കണ്ടിട്ടില്ലേ മൗസ്? നമ്മുടെ വീട്ടിലെ തട്ടുമ്പുറത്തൂടെ ഓടുന്ന മൗസ് അല്ല, കമ്പ്യൂട്ടറിന്റെ മൗസ് എന്ന് പറയുന്ന ഈ സാധനം അറിയാമല്ലോ അല്ലേ? എല്ലാവർക്കും അറിയത്തില്ല ഈ സാധനം? കാണുന്നുണ്ടോ സ്ക്രീനില്? ഓക്കെ, അമന്ന ഈസ് ഷോയിങ് ഹർ മൗസ്. എനിബഡി else is having computer at home? അനഘ സുരേഷ് ഈസ് ഷോയിങ്. ഇനി ആർക്കെങ്കിലും കമ്പ്യൂട്ടർ ഉണ്ടോ വീട്ടില്? മൗസ് ഉണ്ടോ വീട്ടില്? ഓക്കെ. അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ട് മൗസ് അല്ലേ? ഇതിന് എന്തുകൊണ്ട് ഈ മൗസ് എന്ന് പറയുന്നതെന്ന് അറിയാമോ? മൗസ് എന്താ, അന്തരസയുടെ വീട്ടിൽ വേറൊരു മൗസ് ഉണ്ട്, വൈറ്റ് കളറുള്ള മൗസ്. ഞങ്ങളുടെയൊക്കെ ബ്ലാക്ക് കളറുള്ള മൗസ്. ഓക്കെ, ഇത് എന്താ? എലിഫന്റിന്റെ കളർ എന്താ? വാട്ട് ഇസ് ദ കളർ ഓഫ് എലിഫന്റ്? ബ്ലാക്ക്, isn't it? But white color elephant is there. Have you seen? കണ്ടിട്ടുണ്ടോ വൈറ്റ് കളറിലെ എലിഫന്റിനെ? ഐരാവതം എന്ന് കേട്ടിട്ടുണ്ടോ? ഐരാവതം. ഈ ഒക്കെ മലയാളത്തിൽ പഠിക്കുമ്പോ ഐരാവതം. ഐരാവതം എന്ന് പറഞ്ഞാല് വെളുത്ത എലിഫന്റ് ആണ്. പക്ഷെ നമ്മുടെ ഇവിടെ ഒന്നും ഇല്ല കേട്ടോ. അതിങ്ങനെ ഒരു സാങ്കല്പികമായിട്ടുള്ള ഒരു സംഭവമാണത്. ഒരു എലിഫന്റ് ആണ് ഐരാവതം എന്ന് പറഞ്ഞതുപോലെ. സാധാരണ നമ്മുടെയൊക്കെ വീട്ടിലുള്ള മൗസിന്റെ കളർ ഇതാണ്, ബ്ലാക്ക് ആണ്, ഗ്രേ കളർ അല്ലേ? പക്ഷെ നമ്മുടെ ഇപ്പൊ ആരായിരുന്നു കാണിച്ചാലോ? ആൻതെരസയുടെ വീട്ടിലെ വൈറ്റ് കളറുള്ള മൗസ്, വെളുത്ത മൗസ്. ഓക്കെ, ഗുഡ്. എനിവേ, ഈ മൗസിനെ, ഈ കമ്പ്യൂട്ടറിന്റെ ഈ സാധനത്തെ എന്തേ മൗസ് എന്ന് വിളിക്കുന്നേ? എലി എന്ന് വിളിക്കും. മൗസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ വീട്ടിലുള്ള എലി അല്ലെ? എലിക്കാണ്. ചെറിയ എലിയില്ലേ വീട്ടിൽ കൂടെ ഓടി നടക്കുന്നത് കണ്ടിട്ടുണ്ടോ വീട്ടിലൊക്കെ? How many of you have mouse at home? Not this mouse, another mouse, living mouse. ആരുടെയൊക്കെ വീട്ടിലുണ്ട് എലി? വീട്ടില് അലന്റെ വീട്ടിലുണ്ട്, അമ്മയുടെ വീട്ടിലില്ല. എന്റെ അമ്മോ, നിങ്ങളുടെ ആരുടെയും വീട്ടിൽ എലിയൊന്നും ഇല്ലേ? ഫർഹയുടെ വീട്ടിലുണ്ട്. അദ്വൈത, ഡു യു ഹാവ് എ മൗസ് അറ്റ് ഹോം? നോ. അപ്പൊ നിങ്ങളുടെ ഒന്നും വീട്ടിൽ ഇല്ല അല്ലേ? എന്റെ വീട്ടിലുണ്ട് എലി, ശരിക്കുള്ള എലിയുണ്ട്. ഓടി 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 നടക്കുന്ന കാണാം മുറ്റത്തൂടെയൊക്കെ. ഓക്കെ, എന്തുകൊണ്ടാണ് നമ്മൾ ഇതിനെ അങ്ങനെ വിളിക്കുന്നത്? ഈ സാധനത്തിനെ മൗസ് എന്ന് വിളിക്കുന്നത് അറിയോ? ബിക്കോസ് it looks like a mouse. ഇതിന്റെ ഷേപ്പ് നോക്കിക്കോ, ഒരു എലി പോലെ ഇല്ലേ? ഒരു എലിയെ പോലെയുണ്ട് അല്ലേ? അതുകൊണ്ടാണ് ഇതിനെ മൗസ് എന്ന് വിളിക്കുന്നത് കേട്ടോ. ഇത് കടിക്കത്തൊന്നുമില്ല നമ്മളെ. നിങ്ങളുടെ വീട്ടിലെ മൗസ് കടിക്കുവോ? അതിനെ ചവിട്ടുമൊക്കെ ചെയ്താൽ ചിലപ്പോൾ കടിക്കും. പക്ഷെ നമ്മളെ കാണുമ്പോഴേക്ക് എലി ഭയങ്കര സ്പീഡിൽ ഓടും അല്ലേ? ബട്ട് ദിസ് മൗസ് വിൽ നോട്ട് ബൈറ്റ് അസ്. ഓക്കെ, സോ ഈ മൗസ് ഉപയോഗിച്ച് നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്യാറുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പൊ കമ്പ്യൂട്ടറിലുള്ള ഇപ്പൊ മൗസ് കാണിച്ച മക്കളൊക്കെ ഈ മൗസ് എന്തിനാ ഉപയോഗിക്കുന്നത്? അമ്മന്റെ കുട്ടി, അമ്മനെ എന്നെ കാണിച്ചായിരുന്നല്ലോ മൗസ്. അമ്മനെ എന്തിനാ ഈ മൗസ് ഉപയോഗിക്കുന്നേ? വെരി ഗുഡ്. ക്ലിക്ക് ചെയ്യാൻ വേണ്ടി നമ്മുടെ കമ്പ്യൂട്ടറിൽ നമുക്കൊരു കമ്പ്യൂട്ടറിൽ സാധനം ഉണ്ട്, കർസർ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഈ മൗസ് അനക്കുമ്പോൾ ആ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കും. അത് നമുക്ക് ഓരോരുത്തർ ടൈപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ ഞാനിത് ഈ സ്ക്രീനിലൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ അത് ഓടി നടക്കും. ഇപ്പൊ സപ്പോസ് ഇവിടെ ആരെങ്കിലും ഓക്കെ, അപ്പോൾ
ഓക്കെ ഓക്കെ ആയി. ശരി, അപ്പൊ ഈ മൗസിന് നമ്മൾ എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്ത് പോയിന്റിങ് ഡിവൈസ് ആണ്. പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിന്റിങ് മീൻസ് വാട്ട്? പോയിന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ചൂണ്ടിക്കാണിക്കുക. നമ്മുടെ വിരൽ ദിസ് ഇസ് പോയിന്റിങ് ഫിംഗർ. ഒരാളെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ്. ഇത് അമനയാണ്, ഇത് ഇഫ്രയാണ്, ഇത് ചുവലാണെങ്കിൽ നമ്മൾ ഓരോരുത്തർ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി അത് അല്ലേ? ഓക്കെ, അപ്പൊ അതുപോലെ പോയിന്റിങ് ഡിവൈസ് ആണ്. നമുക്കൊരു ടൈപ്പ് ചെയ്ത് ഏത് ഭാഗത്താണ് ഇവിടെ അങ്ങനെ അതൊക്കെ നമ്മൾ കാണിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ പറഞ്ഞ നമ്മുടെ മൗസ്. ഓക്കെ, മൗസ്, ദെൻ കീബോർഡ്. കീബോർഡ് കണ്ടിട്ടില്ലേ? കമ്പ്യൂട്ടറിന്റെ കീബോർഡ് എല്ലാവരും കണ്ടിട്ടില്ലേ? ഓക്കെ, ദിസ് വൺ കണ്ടിട്ടില്ലേ? നമ്മൾ കഴിഞ്ഞ വർഷം ഇവിടെ പഠിച്ച കുഞ്ഞുങ്ങൾക്കൊക്കെ അറിയാം അല്ലേ? ഓക്കെ, എന്താ കീബോർഡ്. ആൻഡ് ഫോർ വാട്ട് വി ആർ യൂസിങ് ദിസ് കീബോർഡ്? കീബോർഡ് എന്തിനാ ഉപയോഗിക്കുന്നത്? ഇവിടെ ആരാ വെളുത്ത് മൗസിനെ കാണിച്ച ഒരാളുണ്ടല്ലോ? പറഞ്ഞു എന്തിനാ കീബോർഡ്? വെരി ഗുഡ്. നമുക്ക് ടൈപ്പ് ചെയ്യാന്. കമ്പ്യൂട്ടറിൽ പേന ഉപയോഗിച്ചാണോ നമ്മൾ എഴുതുന്നേ? നോ, വി ആർ നോട്ട് യൂസിങ് എനി പെൻ ഓർ പെൻസിൽ ടു റൈറ്റ്, ബട്ട് വി ഹാവ് കീബോർഡ്സ് ടു ടൈപ്പ്. ഓക്കെ, പിന്നെ സ്കാനർ. ഹാവ് യു സീൻ സ്കാനേഴ്സ്? ആദ്യം വീട്ടിലെ സ്കാനർ ഉള്ളേ? ഇല്ല. അത് സ്കാനർ എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാല് നമ്മള് ഒരു എന്താ പടവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സർട്ടിഫിക്കറ്റോ അങ്ങനത്തെ ഒരു സംഭവം വേറൊരു പേപ്പറിലൊക്കെ ഒരു സാധനം നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഈ പ്രിന്ററിനൊപ്പം ഒരു സ്കാനർ എന്ന് പറഞ്ഞ ഒരു ഡിവൈസ് യൂസ് ചെയ്യും. ആ സ്കാനറിൽ വെച്ച് സ്കാൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹോസ്പിറ്റലൊക്കെ നിങ്ങൾ പോയിട്ടുണ്ട് എപ്പോഴെങ്കിലും? ഓക്കെ, ഹോസ്പിറ്റലിൽ പോയിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും സ്കാൻ ചെയ്തിട്ടുണ്ടോ? ആരും സ്കാൻ ചെയ്തിട്ടില്ല? ആരെങ്കിലും സ്കാൻ ചെയ്തിട്ടുണ്ട്? പ്ലീസ് റൈസ് ദ ഹാൻഡ്, ലെറ്റ് മീ സീ. ഇതാരാണ്? ആൻസനെ സ്കാൻ ചെയ്തിട്ടുണ്ടോ മുത്തേ? മോനെ എന്ത് പറ്റിയിട്ടാ സ്കാൻ ചെയ്തേ? എന്തിനായിരുന്നു മോനെ സ്കാൻ ചെയ്തത്? ആൻസൺ ഒന്ന് അൺമ്യൂട്ട് ചെയ്യും മുത്തേ. ആൻസൺ അൺമ്യൂട്ട് ചെയ്യാനാവുന്നില്ല. ഓക്കെ, മോനെ കേൾക്കുന്നുണ്ടോ? മിസ് പറയുന്നത് കേൾക്കുന്നുണ്ടോ? സ്റ്റക്കായി പോയല്ലോടാ ഏക്കരെ. എന്താ മോനെ? ക്ലിയർ ഇല്ല, മോൻ പറഞ്ഞത് കേട്ടില്ലടാ മുത്തേ. ഓക്കെ, ആ കുഞ്ഞ് സ്റ്റക്കായി പോയി, കേൾക്കുന്നില്ല. ശരി, വേറെ ആരെങ്കിലും സ്കാൻ ചെയ്തിട്ടുണ്ടോ? ഹന്നക്കുട്ടീനെ സ്കാൻ ചെയ്തിട്ടുണ്ടോ? ഹന്നമ്മാവു സ്കാൻ ചെയ്തിട്ടുണ്ടോന്ന്? യെസ്. ഓക്കെ, പ്ലീസ് അൺമ്യൂട്ട് യുവർ സെൽഫ്. ഹന്ന പ്ലീസ് അൺമ്യൂട്ട്. എന്തിനാ സ്കാൻ ചെയ്തത്? അത് എക്സ്റേ അല്ലേ? എക്സ്റേ എടുക്കുമല്ലേ ഇത്? സ്കാനിങ് ആയിരുന്നോ അതിന്? പല്ലെല്ലാം എന്റെ പല്ലൊന്ന് കാണിച്ചേ. എന്റെ പല്ലൊന്ന് കാണിച്ചേ. അതെ, ഓക്കെ 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 വെരി ഗുഡ്. അപ്പൊ എന്തിനാ ഈ സ്കാൻ ചെയ്യുന്നതെന്ന് അറിയാമോ മക്കളെ? ആർക്കെങ്കിലും അറിയാമോ എന്തിനാ സ്കാൻ ചെയ്യുന്നതെന്ന്? അറിയത്തില്ല, ആർക്കും അറിയത്തില്ല അല്ലേ? ഓക്കെ, ഇവിടെ മുഹമ്മദ് ടീക്ക് അറിയാൻ തോന്നുന്നു, കൈയൊക്കെ പൊക്കുന്നുണ്ടല്ലോ. അറിയാമോ മുത്തേ? മുഹമ്മദ് അറിയാമോ? ഫാത്തിമ ഡു യു നോ? അതൊക്കെ അറിയാമോ? നാഫി നോസ് ഐ തിങ്ക്. നാഫി യു നോ? കൈ പൊക്കുന്നുണ്ട്. ഒരു മിനിറ്റ്, നാഫി പറയാൻ നോക്കട്ടെ. നമ്മുടെ ശരീരത്തിന്റെ അകത്ത് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ. വെരി ഗുഡ്. സ്കാൻ ചെയ്യുന്നത് മീൻസ് നമുക്ക് പുറമേ കാണുന്നത് നമുക്ക് കണ്ടു മനസ്സിലാക്കാൻ പറ്റും, പുറമേയുള്ള മുറിവുകളും പ്രശ്നങ്ങളൊക്കെ. അതാണ് വെച്ചോ, നീ ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ വിളിക്കില്ല. ഓക്കെ, പിന്നെ നമ്മുടെ പുറമേ ഉള്ളത് മുറിഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ നമ്മുടെ
ഇന്റേണൽ ഓർഗൻസ് ഒക്കെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. എന്താ പറ്റിയത്, നമുക്ക് ഉള്ളിൽ സംഭവിച്ചതിന് നമുക്ക് പുറത്ത് കാണാൻ പറ്റാത്തത് എന്ത് സംഭവിച്ചെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യുന്നു? ഈ സ്കാനിങ് ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റലിൽ ചെന്ന് സ്കാൻ ചെയ്യും. പല തരത്തിലുള്ള സ്കാനിങ്സ് ഉണ്ട്. അപ്പൊ സ്കാൻ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെല്ലാം നോർമൽ സ്റ്റേജിൽ നിന്ന് എന്ത് മാറ്റം വന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും ഡോക്ടേഴ്സിന്. വി കാൻഡ് ഐഡന്റിഫൈ, നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല, ബിക്കോസ് വി ആർ നോട്ട് ഡോക്ടേഴ്സ്, isn't it? ഡോക്ടേഴ്സ് ക്യാൻ ഐഡന്റിഫൈ. ഇവിടെ സ്കാൻ ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ള മീൻസ് അതിനെക്കുറിച്ച് അത് വ്യക്തമായിട്ട് കാണുക എന്നുള്ളതാണ്. നമുക്ക് കമ്പ്യൂട്ടറിലെ സ്കാനിങ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിൽ നമ്മളൊരു പേപ്പർ വെച്ച്, കമ്പ്യൂട്ടറിലല്ല പ്രിന്ററിൽ സ്കാനറിൽ പേപ്പർ വെച്ചു, അല്ലെങ്കിൽ നമുക്ക് ഒരു പടം വേണം, സപ്പോസ് ഒരു പടം വേണം, അത് കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ കയറ്റണമെങ്കിൽ സ്കാനറിൽ വെച്ചിട്ട് നമ്മൾ സ്കാനിങ്ങിനുള്ള ഓപ്ഷൻസ് കൊടുക്കും, ക്ലിക്ക് ചെയ്യും, എന്നിട്ട് അതിന്റെ ഫോട്ടോ കമ്പ്യൂട്ടറിലേക്ക് വരും. അതാണ് സ്കാൻ ചെയ്യുക എന്ന് പറഞ്ഞത്. സോ അതൊരു ഇൻപുട്ട് ഡിവൈസ് ആണ്. നെക്സ്റ്റ് മൈക്രോഫോൺ. മൈക്രോഫോണിന്റെ ചിത്രം തന്നിട്ടുണ്ട്, പേജ് നമ്പർ 26. ആൻഡ് ഇറ്റ് ഹെൽപ്പ് us to hear songs and all sound. മിസ് ഇയർഫോൺ വെച്ചേക്കുന്നത് കാണുന്നുണ്ടോ? ഹെഡ്ഫോൺ വെച്ചേക്കുന്നത് കണ്ടിട്ടുണ്ടോ? കാണുന്നുണ്ടോ നിങ്ങള്? ഉണ്ടോ? ഓക്കെ. ഇത് ഹെഡ്ഫോൺ ആണ്. ഇതുപോലെ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട് വേറൊന്നാണ് ഈ ഇത് മൈക്രോഫോൺ. മൈക്രോഫോണിൽ കൂടെ നമുക്ക് സൗണ്ട് പാട്ടൊക്കെ പാടാൻ വേണ്ടി അത് കമ്പ്യൂട്ടറിൽ സെറ്റ് ആവും. ഓക്കെ. ഓക്കെ. ആൻഡ് സൈസ് ഷോയി. നെക്സ്റ്റ് ജോയ്സ്റ്റിക്ക്. ഹൗ മെനി ഓഫ് യു നോ വാട്ട് ഈസ് ജോയ്സ്റ്റിക്ക്? ജോയ്സ്റ്റിക്ക് എന്താണെന്ന് അറിയാവുന്നവരൊന്ന് കൈപൊക്കിക്ക് നോക്കട്ടെ, അത്ര പേർക്ക് ഇതൊക്കെ അറിയാന്ന്. ആർക്കും അറിയത്തില്ല അല്ലെ. അപ്പൊ ടീച്ചർ തന്നെ പറയാം. ജോയ്സ്റ്റിക്കിന്റെ ചിത്രം കണ്ടോ നിങ്ങള്? ഓക്കെ. ഇത് കമ്പ്യൂട്ടറിൽ ഗെയിം കളിക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന ഒരു റിമോട്ട് പോലത്തെ സാധനമാണ് കേട്ടോ. കമ്പ്യൂട്ടറിലെ ഗെയിം കളിക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്നതാണ്. ആൻഡ് ഇറ്റ് കൺട്രോൾസ് ദ ഗെയിം. മീൻസ് ഒരു റിമോട്ട് പോലെ, നിങ്ങളൊക്കെ മൊബൈലിലൊക്കെ ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് കളിക്കാറില്ലേ, അതുപോലെ ഒരു റിമോട്ട് പോലത്തെ സാധനമാണ് ജോയ്സ്റ്റിക് എന്ന് പറയുന്നത്. ഓക്കെ. സോ സം ഇൻപുട്ട് ഡിവൈസസ് ആർ മൗസ്, കീബോർഡ്, സ്കാനർ, മൈക്രോഫോൺ ആൻഡ് ജോയ്സ്റ്റിക്. സോ ഫസ്റ്റ് വൺ ഈസ് എ മൗസ്. വാട്ട് ഈസ് സ്പെല്ലിംഗ് ഓഫ് മൗസ്, അദ്വൈത്? What is spelling of mouse? M-O-U-S-E. M-O-U-S-E, mouse. The mouse is an input device. It is connected to the computer by a wire. See, computer wire കാണുന്നുണ്ടോ നിങ്ങള്? Yes. Mouse. Okay. This wire is connected to the computer. ഇതിന്റെ അറ്റത്തുള്ളത് എവിടെ കണക്ട് ചെയ്തേക്കുന്നത്? കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. Okay. Then it helps us to move the mouse pointer, ഒരു arrow mark, arm pointer, and select icons on the screen. There are 4 mouse actions: left click, right click, double click, and drag and drop. So here ഈ മൗസിനെ നിങ്ങളുടെ മൗസ് ഉള്ളവർക്ക് നോക്കുക, കയ്യിലുള്ളവർ നോക്കുക, അല്ലാത്തവർ ഇവിടെ നോക്കുക. ഈ മൗസിന് റൈറ്റ് ലെഫ്റ്റ് ഇങ്ങനെ 2 പോർഷൻസ് ഉണ്ട്. നടുക്ക് വേറൊരു സാധനം ഉണ്ട് സ്ക്രോൾ ചെയ്യാൻ വേണ്ടിട്ട്. കാണുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കാണാൻ പറ്റുന്നുണ്ടോ? ഇതിന്റെ നടുക്കൊരു സാധനം ഉണ്ട്. ഇത് സ്ക്രോൾ ചെയ്യാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന സ്ക്രോളർ. ഇത് റൈറ്റ്, ഇത് ലെഫ്റ്റ്. 2 ചിലർ നമുക്ക് ചില ആവശ്യങ്ങൾക്ക് റൈറ്റ് ക്ലിക്ക് അടിക്കും, ചിലതിന് ലെഫ്റ്റ് ക്ലിക്ക് അടിക്കും, ചിലതിന് നമ്മൾ ഡബിൾ ക്ലിക്ക് അടിക്കും, 2 അടിക്കും. പിന്നെ സ്ക്രോൾ ചെയ്യുക, പിന്നെ ഡ്രാഗ്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഡ്രാഗ്? അതിൽ ഞെക്കി പിടിച്ചോണ്ട് വലിച്ചോണ്ട് പോകുന്നതാണ് ഡ്രാഗിങ് എന്ന് പറയുന്നത്, വലിച്ചോണ്ട് പോകുന്നതിന്. ഓക്കെ. സോ വിച്ച് ആർ ദ 4 types of actions on a mouse? Right click, left click, double click, drag and drop. Okay. എന്തൊക്കെയാണ്? കുര്യൻ ജോസഫ് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് ഫാസ്റ്റ്ലി വേഗം നട്ടമത്തെ. കുര്യൻ പ്ലീസ് അൺമ്യൂട്ട്. പറ്റുന്നില്ല മുത്തേ? കുര്യനെ കാണുന്നില്ല. കുര്യൻ കുഞ്ഞേ മോനെ സ്റ്റക്കായി പോയോ? കുര്യനില്ല. ഓക്കെ. ടെസ മരിയ എഴുന്നേറ്റൊക്കെ നിപ്പുണ്ട്, ആൻസർ പറയാൻ റെഡിയാന്ന് തോന്നുന്നല്ലേ? ടെസ, വാട്ട് ആർ ദ 4 types of mouse actions? ലെഫ്റ്റ് ക്ലിക്ക്, റൈറ്റ് ക്ലിക്ക്, double click, mouse drag and drop. Okay, good. Kurian, can you unmute ma? Chakre unmute ചെയ്യാൻ പറ്റുമോ മുത്തിനിപ്പം?
Double click. എന്റെ എന്റെ കുര്യനെ എവിടെ പോയി? ആ കുര്യ അൺമ്യൂട്ട്. ആ ഇനി എന്റെ മുത്ത് വായിച്ചു. ലെഫ്റ്റ് ക്ലിക്ക്. Right click. റൈറ്റ് ക്ലിക്ക്. Double click. ഡബിൾ ക്ലിക്ക്. Drag and drop. Drag and drop. Okay. So these are the. എന്റെ ബിന്യമ്മേ ഒന്ന് സിറ്റ് പ്രോപ്പർലി. മേലിൽ കൂടെ പോകുന്ന പല്ലിയുടെ ഒന്നും എണ്ണ എടുക്കണ്ട. ക്ലാസ് ശ്രദ്ധിക്കട്ടാ ബിന്നിക്കുട്ടിയും. ഓക്കെ ഗുഡ് ബോയ് കുര്യൻ ഗുഡ്. ഇനി എന്തൊക്കെയാണ് റൈറ്റ് ക്ലിക്ക് ലെഫ്റ്റ് ക്ലിക്ക് എന്നുള്ളതാണ്. ഞാനിപ്പോ കാണിച്ച പോലെ മൗസിന്റെ റൈറ്റ് സൈഡിലെ ഭാഗം ക്ലിക്ക് ചെയ്യുന്നതാണ് റൈറ്റ് ക്ലിക്ക്. പിന്നെ ലെഫ്റ്റ് സൈഡിലെ ഭാഗം ക്ലിക്ക് ചെയ്യുന്നതാണ് ലെഫ്റ്റ് ക്ലിക്ക്. പക്ഷെ ഇത് എവിടെയൊക്കെ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ മൗസ് എന്ന് പറയുമ്പോൾ ഡബിൾ ക്ലിക്ക് എന്ന് പറയുമ്പോൾ രണ്ട്. ഡബിൾ മീൻസ് വാട്ട്? ഡബിള്. രണ്ട് ഡബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ടു. സോ when we click 2, ചില കേസുകൾ നമ്മൾ രണ്ട് ക്ലിക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ളത്. ഓക്കെ. ഫസ്റ്റ് വൺ pressing the left mouse button once is called a left click. So left sideലുള്ള mouse click ചെയ്യുന്നതാണ് left clicking. To select an icon, place the pointer over the icon and click. അപ്പൊ നമ്മള് ഒരു ഇത് സംഭവം സെലക്ട് ചെയ്യണം. ഇപ്പൊ ഇവിടെ നിങ്ങളുടെ ആരെങ്കിലും ഒരാളുടെ പേരോ അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതി നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ മൗസ് കൊണ്ടുപോയിട്ട് ആ എവിടെയാണോ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അവിടെ കൊണ്ട് വയ്ക്കുന്നു. എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ഭാഗം ക്ലിക്ക് ചെയ്യുന്നു. നെക്സ്റ്റ് റൈറ്റ് ക്ലിക്ക്. റൈറ്റ് ക്ലിക്ക് എന്ന് പറയുമ്പോൾ pressing the right mouse button once is called right clicking. It opens a shortcut menu which has many options like cut, copy, paste and so on. അപ്പം റൈറ്റ് ക്ലിക്കിൽ നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, വേറെ ഏതെങ്കിലും ചെറിയ ഓപ്ഷൻസ് ഒക്കെ ക്ലിക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് ഡബിൾ ക്ലിക്ക്. പ്രസ്സിംഗ് ദ ലെഫ്റ്റ് മൗസ് ബട്ടൺ ട്വൈസ് ക്വിക്ക്ലി ഈസ് കോൾഡ് ഡബിൾ ക്ലിക്കിംഗ്. നമ്മുടെ മൗസിന്റെ ലെഫ്റ്റ് മൗസ് 2 times when we click, it is known as a double clicking. To open the file or program on which you double click, നമ്മളൊരു ഫയൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ we have to bring the mouse cursor to that icon or the file and have to click double, means 2 times. അത് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇച്ചിരി കഴിഞ്ഞിട്ട് ക്ലിക്ക് ചെയ്യുകയല്ല വേണ്ടേ. ഫാസ്റ്റ്ലി we have to click. soon we have to click. വേഗം നമ്മൾ രണ്ട് ക്ലിക്ക് ചെയ്യണം. ഓക്കെ. അപ്പൊ അത് ഓപ്പൺ ആയിട്ട് വരും. നെക്സ്റ്റ് പേജ് നമ്പർ 28 ഫസ്റ്റ് പിക്ചർ നോക്കിയ ഡബിൾ ക്ലിക്ക്. ലെഫ്റ്റ് മൗസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ രണ്ടെണ്ണം ക്ലിക്ക് ചെയ്യുന്നു. ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്. നെക്സ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ ഐക്കോൺ ഓൺ ദി സ്ക്രീൻ ആൻഡ് ഡ്രോപ്പ് ഇറ്റ് ഇൻ അനദർ പ്ലേസ്. ഫോളോ ദി സ്റ്റെപ്സ്. ഇപ്പൊ നമ്മൾ ഒരെണ്ണം എഴുതി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഐക്കോൺ നമുക്ക് വലിച്ച് അപ്പുറത്തോട്ട് കൊണ്ടുവരണമെങ്കിൽ അതിൽ ഫസ്റ്റ് വന്ന് ഒറ്റ ക്ലിക്ക് എടുക്കുക. എന്നിട്ട് വിടാതെ ക്ലിക്ക് എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്തിട്ട് കൈ വിടരുത്, എടുക്കരുത്. അതിന്ന് ഹിബക്കുട്ടി മുത്തേ ഹിബ മോളെ എന്താണ് ആവോ അവിടെ കലാപരിപാടികളൊക്കെ? ഓക്കെ. സോ we have to click on one icon, then we should not remove the finger from that. ഈ മൗസിൽ നിന്ന് കൈ എടുക്കാതെ തന്നെ ക്ലിക്ക് ചെയ്തോർത്ത് അങ്ങനെ തന്നെ ക്ലിക്ക് ചെയ്ത് പിടിച്ചോണ്ട് വലിക്കുക. അപ്പൊ ആ സംഭവം നേരെ നമ്മൾ വലിച്ചിട്ട് എവിടെ കൊണ്ട് വലി വിടുന്നോ അവിടെ നിൽക്കും. മനസ്സിലായോ? അവിടുന്ന് വലിച്ച് നമുക്ക് അപ്പുറ സൈഡിൽ കൊണ്ടുവെക്കണമെങ്കിൽ അവിടെ കൊണ്ടുവെക്കാം. പക്ഷെ പിടിവിട്ടാൽ എവിടുന്നോ നമ്മൾ പിടിവിടുന്നോ അവിടെ വീണു. വലിച്ചു കൊണ്ടുപോകുക, എവിടെ കൊണ്ടുവെക്കണം അവിടെ കൊണ്ടുപോയിട്ട് ക്ലിക്ക് വിരലെടുക്കാവുള്ളൂ. ഓക്കെ. Keep the pointer on the icon and press the left mouse button. Keeping the button pressed, drag the icon to a new place by moving the mouse. Release the button. This will drop like icon in the new place. Okay. Next keyboard. Keyboard മക്കൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ? Okay. The keyboard is a very small, very important input device. It is used to enter data and give instructions to the computer. നമ്മളെ ഡാറ്റാസ് കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ടൈപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. എല്ലാവർക്കും അറിയാം അല്ലേ കീബോർഡ്? അവിടെ ആൻസൺ കൂട്ടൻ എന്താ എഴുതുന്നേ? ആൻസൺ, what are you writing, my dear? Pen down. It is used to enter data and give instructions to the computer. The keyboard has many keys. Each key has a letter, a number or a symbol written on it. Some keys are different in shape and size. Most keyboards have 104 keys. Now let us learn about some of the keys on the keyboard. I will try to share a screen, but please try. Don't draw anything. ഞാൻ നോക്കട്ടെ കീബോർഡിൽ എന്തെങ്കിലും.
മക്കളെ ടീച്ചർ കീബോർഡ് എടുക്കട്ടെ. ഓക്കെ മിസ് ഇപ്പോൾ ഒരു കീബോർഡ് കാണിക്കാം. Okay, look at the screen now. Can you see keyboard? Wow. Kannada. Yes. See, in this keyboard, see alphabets are there. A, B, C, D is written there. Can you see? A, B, C, D? Yeah. Is it in the correct order? No. No. First letter is Q. Q, W, E, R, T, Y, U, I, O, P, A, S, D, F, G, H, J, K, L, Z, X, C, V, B, N, M. Okay. Okay. ഇനി നമ്മുടെ അവിടെ ആരായിരുന്നു? ആൻതരസ അല്ല, ആരായിരുന്നു തന്നെ വൈറ്റ് മൗസിനെ കാണിച്ച ഇതുപോലെ ഒരു വൈറ്റ് കീബോർഡും ഉണ്ട്. പല കളറിലുള്ള ഗ്രേ കളർ ഓർ ബ്ലാക്ക് കളർ ഓർ വൈറ്റ് കളർ ലൈക്ക് ദാറ്റ് വേ ഡിഫറെന്റ് ഇങ്ങനത്തെ കളർ പല കളറിലുള്ള കീബോർഡ്സ് ഉണ്ട്. ഇതിൽ കുറെ ആൽഫബറ്റിക്കൽ കീസ് ഉണ്ട്, ദെൻ നമ്പർ കീസ് ഉണ്ട്, ന്യൂമർ കീസ് ഉണ്ട്, ദെൻ പഞ്ച്വേഷൻ കീസ് ഉണ്ട്, ദെൻ സ്പേസ്, ഷിഫ്റ്റ്, അങ്ങനെ കുറെ കീസ് ഉണ്ട്. ഇവിടെ ഒരു ഗോൾഡൻ കളറുള്ള കീബോർഡും ഉണ്ട്. ഗോൾഡൻ കളർ കീബോർഡ്. ഗോൾഡൻ കളർ കീബോർഡ് കണ്ടോ? ഗോൾഡൻ കളർ കീബോർഡ്. ഓക്കെ, ഇങ്ങോട്ട് വാ. ഓക്കെ ഓക്കെ. Now you have seen the keyboard. നമ്മുടെ ടൈം തീരാറായി, 3 മിനിറ്റേ ഉള്ളൂ. ഇനി മക്കൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം വായിപ്പിക്കാൻ ഇനി സമയമില്ല. കഴിഞ്ഞ ദിവസം ഇന്ന് വായിപ്പിക്കാത്ത മക്കളെ ഞാൻ അടുത്ത ദിവസം വായിപ്പിക്കാം കേട്ടോ. ആരും വിഷമിക്കണ്ട. കുറച്ച് പേരെ കൊണ്ട് ഇന്ന് വായിപ്പിച്ചു, ബാക്കിയുള്ളവരെ കൊണ്ട് അടുത്ത ദിവസം വായിപ്പിച്ചോളാം. നമ്മുടെ കീബോർഡിൽ തന്നെ നോക്കിക്കേ, പല കളറാണ്. നമ്മുടെ പേജ് നമ്പർ 29 നോക്കിയ കീബോർഡിന്റെ ചിത്രം കണ്ടോ? ആൽഫബറ്റിക് കീസ്. ആൽഫബറ്റ് എന്ന് പറയുമ്പോൾ ABCD. എനിക്ക് ഇവിടെ ഷിഹാസ്, ഈ ഷിഹാസ് അവിടെ കുറച്ച് സമയമായി ഒരു ക്യാപ്പ് വെച്ചോണ്ട് കളിക്കുന്നു. മോനൊന്ന് അൺമ്യൂട്ട് ചെയ്തേ മുത്തേ. ചെയ്തോ? ഇനി പേജ് നമ്പർ 29 ഫസ്റ്റ് ഒരു കീബോർഡിന്റെ പിക്ചർ ഉണ്ട് കണ്ടോ? അതിനകത്ത് ABCD എഴുതിയേക്കുന്നത് കണ്ടോ? യെസ്. സോ യു റീഡ് ഇറ്റ്. ഏതൊക്കെ ആൽഫബറ്റ്സ് ഒക്കെ കിടക്കുന്നത്? ഫസ്റ്റ് വൺ ഈസ് Q. Q കഴിഞ്ഞിട്ട് എന്തുവാ? മോനെ കണ്ടില്ലടാ മുത്തേ. Q കണ്ടോ? Did you see Q? Next letter W. Next letter Shihas. My dear, I am asking you. മോൻ കണ്ടോ? കീബോർഡ് കണ്ടോ? ടെക്സ്റ്റ് ബുക്കില് അതിൽ എഴുതിയേക്കുന്ന ഒന്ന് വായിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. കുഞ്ഞൊന്ന് വായിച്ച അക്ഷരങ്ങളല്ലേ? യു കൻ റീഡ് ഇറ്റ്. QWE. ബാക്കി വായിച്ചോ? മോനെ സൗണ്ട് ഇല്ലേ? വീട്ടിലെ മറ്റു സൗണ്ട് എല്ലാം കേൾക്കുന്നുണ്ട്, കുഞ്ഞിന്റെ സൗണ്ട് മാത്രം കേൾക്കുന്നില്ല. ഒച്ചത്തി വായിക്കുക. അപ്പൊ മോൻ വായിക്കുന്നുണ്ടോ? ഒച്ചത്തി വായിക്കുക, കേൾക്കുന്നില്ലല്ലോ. മോന്റെ വീട്ടിലെ മറ്റു സൗണ്ട് എല്ലാം കേൾക്കുന്നുണ്ട്, കുഞ്ഞിന്റെ മറ്റു സൗണ്ട് കേൾക്കുന്നില്ല. ഇവിടെ അജിത് ജോസഫ് വേഗം തന്നെ അൺമ്യൂട്ട് ചെയ്തേ മുത്തേ. ഫാസ്റ്റ്ലി. There is no time to waste for us. Please, you read, Ajit.
Q. Ah. Ah. E Ah. I Ah. E I Hmm. U L L. I Hmm. O Hmm. P Hmm. A Hmm. S D Hmm. N G S J Hmm. A Z Hmm. X C Hmm. V D N X. വെരി ഗുഡ്. നമ്മുടെ ഷിഹാസ് ഇത് കണ്ടോ? വായിക്കുന്ന കേട്ടോ? കുഞ്ഞ് ഇതുപോലെ ആയിരുന്നു വായിച്ചേ? മിസ്സിന് കേൾക്കുന്നില്ലായിരുന്നു. മോൻ വായിച്ചത് കേട്ടില്ല. വീട്ടിലെ മറ്റു സൗണ്ട് ഒക്കെ കേട്ടായിരുന്നു. ഓക്കെ മക്കളെ, നമ്മുടെ ടൈം തീർന്നു. ഇപ്പൊ കട്ടാകും. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ളവരെ കൊണ്ട് മിസ് വായിപ്പിച്ചോളാവേ. ഓക്കെ ബൈ. ഡിക്റ്റേഷൻ വേർഡ്സ് മിസ് ഗ്രൂപ്പിൽ ഇട്ട് തരാവേ. നീ പറയാൻ